നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ദൈവം നിങ്ങളോട് കൂടെ നിൽക്കും. നിങ്ങൾ എന്തുമാത്രം ചെയ്താൽ മതി? ന്യായത്തിൻ്റെ വശത്ത്, നീതിയുടെ വശത്ത് നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ നിങ്ങളോട് കൂടെ ദൈവത്തിൻ്റെ സ്നേഹം ഇമ്മാനുവേൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു ശക്തിക്കും നിങ്ങളെ അല്ലെങ്കിൽ നമ്മളെ തൊടാനായിട്ട് കഴിയില്ല. എന്തുകൊണ്ടാണ് നമ്മളെ ശത്രു ആക്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പരാജയങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നത്? കാരണം ദൈവം എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ട് എന്ന ഉറപ്പ് നമുക്കില്ല. എന്തുകൊണ്ടാണ് ദൈവം എപ്പോഴും നമ്മോട് കൂടെ നമ്മൾ ശക്തിപ്പെടുത്താനായി ഇല്ല എന്ന് നമുക്ക് തോന്നാനുള്ള കാരണം, നമ്മൾ എവിടെയൊക്കെയോ അനീതി പ്രവർത്തിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയോ അന്യായം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇസ്രായേൽ മക്കളോട് കൂടെ ഇതേ സാന്നിധ്യം ഉണ്ടായിരുന്നു. എപ്പോഴെന്നറിയാമോ? മുൻപും പിൻപും അവരോടുകൂടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. വിട്ടുപിരിയാതെ ദൈവ സാന്നിധ്യം. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്. അവരെ ചുറ്റി ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ യാത്ര ചെയ്ത ഇടത്തിലെല്ലാം. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവത്തിന് അവരോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. അവർ നീതി പ്രവർത്തിച്ചിരുന്ന സമയത്തെല്ലാം, അന്യായം പ്രവർത്തിക്കാതെ അവർ ദൈവത്തോട് ചേർന്ന് നിന്ന സമയത്തെല്ലാം അവരെ ചുറ്റി ദൈവമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു.